Hello, good evening, good evening. Welcome to Examiner family. Yes, good evening. Examiner ki J. ആരാണുള്ളത്? Okay, അപ്പോൾ നമ്മൾ ഇന്ന് macro economicsന്റെ 5th chapter, that is government budget and the economy. അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. Okay, കേൾക്കുന്നില്ലേ? Okay. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ മിസ് ഒരു ഫാസ്റ്റ് ട്രാക്ക് റിവിഷൻ ബാച്ചിനെ കുറിച്ച് പറയാൻ പോവാണ്. നമുക്കിനിയിപ്പം മോഡൽ എക്സാംസ്, സ്കൂളിൻ്റെ മോഡൽ എക്സാംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗവൺമെൻറ് മോഡൽ എക്സാം 16 തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ എക്സാം വിന്നർ ഒരുക്കുന്ന ഒരു വിഭവമാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് റിവിഷൻ ബാച്ച്. January 26 ഓൾറെഡി സ്റ്റാർട്ടഡ്. ഓക്കെ ഇതിൻ്റെ എന്താ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ പ്രത്യേകത, റിവിഷൻ ക്ലാസ്, ഷോർട്ട് നോട്ട് ലൈവ്, വർക്ക്ഷീറ്റ്, PYQ, ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഇതെല്ലാം കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. ഓക്കെ അതിൻ്റെ എമൗണ്ട് എഴുതിന് 1499. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് പെട്ടെന്ന് തന്നെ വിത്തിൻ ഫ്യൂ ഡേയ്സ് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ലൈവ് ടൈം മാറ്റിയോ? ഇല്ലല്ലോ, 7 o'clock തന്നെയാണല്ലോ. 7 ആണ് കേട്ടോ. ഓക്കെ, ഗുഡ് ഈവനിങ് മുഹമ്മദ്. യെസ് മാം, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ മിസ് ഫാസ്റ്റ് ട്രാക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. ഓക്കെ, ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളുക. ഓക്കെ, ഇനി നമുക്ക് മടിച്ചിരിക്കാനൊന്നും സമയമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി, അതായത് ഗവൺമെൻറ് ബഡ്ജറ്റ്, അതാണ് ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദ ഇക്കോണമി. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദി ഇക്കോണമി. നമുക്ക് കുറച്ച് ഫോർമുലാസും കാര്യങ്ങളും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഓരോ ടോപ്പിക് എടുത്തും മിസ് പറയാം അത് എത്ര മാർക്കിനാണ്, അതിൽ ഏതൊക്കെ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് മെൻ ബൈ ഗവൺമെൻറ് ബഡ്ജറ്റ്? നമ്മൾ ഇനി അത് വെച്ചാൽ തുടങ്ങുന്നത് കേട്ടോ. എന്താണ് ഗവൺമെൻറ് ബഡ്ജറ്റ്? അല്ല, 7:30 പറഞ്ഞത്. ഓക്കെ, അങ്ങനെയായിരുന്നോ? പക്ഷേ 7 ഞാൻ കേട്ടത്. ഓക്കെ, ഗവൺമെൻറ് ബഡ്ജറ്റ് എന്താണ്? അപ്പോൾ വാട്ട് ഈസ് ഗവൺമെൻറ് ബഡ്ജറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അതിന് പകരം അവർ ചോദിക്കാൻ ചാൻസ് ഇങ്ങനെയാണ്: ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടോ, annual financial statement that shows receipts and expenditure of the government in a financial year. അതായത് ഒരു കൊല്ലം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എന്താ എസ്റ്റിമേറ്റഡ് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ വരുമാന മാർഗങ്ങളും അതിൻ്റെ എക്സ്പെൻഡിച്ചറും ചെലവിടലും അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഒരു ഇയർലി സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ഗവൺമെൻറ് ബഡ്ജറ്റ് എന്ന് വിളിക്കുക. ഇതെടുക്കാൻ പറ്റിയ സമയം ഇന്ന് തന്നെയായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം നമ്മളെ ഗവൺമെൻറ് ബഡ്ജറ്റ് ഇന്നലെ പാസ്സാക്കി അല്ലേ, ആനുവൽ ഫിനാൻഷ്യലി അത് തന്നെ പാസ്സാക്കി. അപ്പോൾ എല്ലാം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. എന്താ ബഡ്ജറ്റ് that is presented by the finance minister. ഇന്നലെ ഒരാൾ ഫിനാൻസ് മിനിസ്റ്റർ പ്രസന്റ് ചെയ്തല്ലോ. ആരാണാവോ? നിർമ്മല സീതാരാം. വെരി ഗുഡ്, അത് തന്നെ. അപ്പോൾ ഇനി നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ എന്താ ഇക്കണോമിക് ഈസി ആവുമോ? പബ്ലിക് എക്സാം ഈസി ആയിരിക്കും, ഷുവർലി നല്ല സിമ്പിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് എന്തുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ടെന്ന് തോന്നുന്നു. +2 ഞങ്ങളുടെ ബോർഡ് എക്സാം ടൈം ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് കുറേ സമയമുണ്ട്, പാട്ട് പാടി പഠിക്കാൻ പറ്റിയ സമയമുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഗവൺമെൻറ് ബഡ്ജറ്റ് എന്ന് ചോദിച്ചാൽ, ഇത് ഗവൺമെൻറ്, അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എന്താണ് എസ്റ്റിമേറ്റഡ് റവന്യൂവും അതിൻ്റെ എക്സ്പെൻഡിച്ചറും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഇയർലി സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ബഡ്ജറ്റ് എന്ന് വിളിക്കുക. മക്കളെ, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ആണെന്നറിയാം. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ബഡ്ജറ്റ് ഫിനാൻഷ്യൽ ഇയർ എന്താന്ന് ചോദിക്കാറുണ്ട്. ഒരു വർഷത്തെ ഇക്കണോമിക് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് April 1 മുതൽ April 1 മുതൽ ടു എവിടം വരെ ആയിരിക്കും? March 31. ഓക്കെ, March 31 വരെയാണ് നമ്മുടെ എന്ത് ഫിനാൻഷ്യൽ ഇയർ. ഇത് മക്കളെ പരീക്ഷ ക്രോണോസ്, യെസ് മൈ ബേബി, യെസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. ഇത് പരീക്ഷയ്ക്ക് ചൂസ് ഫ്രം ദ ബ്രാക്കറ്റിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയാണ്? അതായത് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട്സ് ഫ്രം April 1 to March 31 വരെയാണ്. April 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. എന്നിട്ട് അടുത്ത കൊല്ലം, അതായത് 2027 31 ആകുമ്പോൾ അതങ്ങോട്ട് അവസാനിപ്പിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ എന്ത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. April 1 March 31 ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അടുത്ത ഒരു ടോപ്പിക് ആണ് ഫങ്ഷൻസ്
ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്. മക്കളെ അത് 3 മാർക്കിന് ചോദിക്കും. അത് 3 മാർക്കിന് ചോദിക്കുന്നു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 3 പോയിന്റ് ഉണ്ട്, അതുകൊണ്ടാണ് അത് 3 മാർക്കിന് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന് ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനുണ്ട്. പക്ഷെ അതിൽ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോക്കേഷൻ ഫങ്ഷൻ ആണ്. ഇനി എന്താണ് അലോക്കേഷൻ ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന്റെ അടുത്ത് കുറേ പൈസകൾ ഉണ്ടാവും അല്ലെ, റിസോഴ്സസ്. നമ്മൾ പൈസ എന്ന് വിളിക്കില്ല, നമ്മൾ എന്ത് വിളിക്കും? റിസോഴ്സസ് എന്ന് വിളിക്കും. ഈ റിസോഴ്സസ് എന്ത് ചെയ്യണം? പല ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കണം. വേണ്ടേ? ഗവൺമെന്റ് റോഡ് ഉണ്ടാക്കണം, പാർക്ക് ഉണ്ടാക്കണം, സ്ട്രീറ്റ് ലൈറ്റ് കൊടുക്കണം, ഡിഫൻസ് കൊടുക്കണം. ഇതിനൊക്കെ വേണ്ടി ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. അതാണ് അത്. എത്ര മാറ്റി വെക്കണം? അപ്പൊ റോഡ് ഉണ്ടാക്കാൻ എത്ര മാറ്റി വെക്കണം? ബ്രിഡ്ജ് ഉണ്ടാക്കാൻ എത്ര മാറ്റി വെക്കണം? ഡിഫൻസിലേക്ക് എത്ര മാറ്റി വെക്കണം? അതാണ് എന്ത്? അലോക്കേഷൻ ഫംഗ്ഷൻ. രണ്ടാമത്തെ എന്താണെന്നറിയോ? ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ the government distribute resources from rich people to poor people to reduce inequality. അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് അസമത്വങ്ങളുണ്ട്. പാവപ്പെട്ടവര്, പൈസക്കാര്, അങ്ങനെയുണ്ട്. അപ്പൊ ഈ പൈസക്കാരിൽ നിന്ന് പൈസ പിടിച്ചെടുത്തിട്ട് ആർക്ക് കൊടുക്കണം? പാവങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഉള്ള ഇനീക്വാളിറ്റി, അസമത്വം എന്തേക്കണം മക്കളെ? ഇല്ലാതാക്കണം. അപ്പൊ പണക്കാരെ കയ്യിൽ നിന്ന് പോയി പിടിച്ചു പറിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഗവൺമെന്റ് എന്ത് ഇമ്പോസ് ചെയ്യും? ടാക്സ് ഇമ്പോസ് ചെയ്യും. അപ്പൊ ഗവൺമെന്റ് വരുമാനം കിട്ടും. ആ വരുമാനം ആരിലേക്ക് ഇറക്കും? പാവങ്ങളിലേക്ക് ഇറക്കും. അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ. മക്കളെ ഇനി മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. അപ്പൊ എന്താണ് സ്റ്റെബിലൈസ് ചെയ്യുക? ഓക്കെ, മൈക്രോ ആണോ മാക്രോ ആണോ ടഫ്? രണ്ടും ടഫല്ല കേട്ടോ, രണ്ടും നല്ല സുഖമായിട്ട് പഠിക്കാം. പക്ഷെ ശ്രദ്ധിച്ചിരിക്കണം എന്നേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ഫസ്റ്റ് ഇയറിൽ ഇന്ത്യൻ ഇക്കോണമി ഒക്കെ പഠിച്ച പോലെ കഴിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് ഇയർ കമ്പാരിറ്റീവ്ലി നല്ല എക്കണോമിക്സ് പേപ്പറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, ഇനി അടുത്താണ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. എന്താണ് സ്റ്റെബിലൈസേഷൻ? സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോണമിയിൽ, സമ്പദ് വ്യവസ്ഥയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. അത് ചില സമയത്ത് സാധനങ്ങളുടെ വില അങ്ങോട്ട് കൂടും, ചില സമയത്ത് സാധനങ്ങളുടെ വില അങ്ങോട്ട് കുറയും, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യണം? പിടിച്ചു നിർത്തണം. അത് തന്നെ മുഹമ്മദ് അലി ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവങ്ങളെ, പണപ്പെരുപ്പം, പണച്ചുരുക്കം, ഇത് ഉണ്ടായാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഇതൊക്കെ മാറ്റി നമ്മുടെ ഇക്കോണമിയെ എന്താക്കണം? സ്റ്റേബിൾ ആക്കണം. അതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ വേറൊരു ഫംഗ്ഷൻ. അപ്പൊ അതിനുവേണ്ടി ഗവൺമെന്റ് കുറെ പോളിസീസ് ഒക്കെ എടുക്കും കേട്ടോ. നാളെ ഉണ്ടോന്നോ? നാളെ എക്കണോമിക്സ് ക്ലാസ് ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ. ഓക്കെ, അപ്പൊ 3 ഫംഗ്ഷൻസ് ആണ്. 3 ഫംഗ്ഷൻസ് മക്കളെ ഇത് എഴുതി വെക്കണം കേട്ടോ. അലോക്കേഷൻ ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. അലോക്കേഷൻ ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ, ADS കേട്ടോ. ഈ 3 ഫംഗ്ഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് അത് 3 മാർക്കിനാണ് ചോദിക്കുക എന്ന് കേട്ടോ. ഓപ്പൺ ഇക്കോണമിയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് അറിയില്ല, എനിക്കിതുവരെ വിവരം കിട്ടിയില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 മേജർ ഫങ്ഷൻസ് ഓഫ് ബഡ്ജറ്റ്. ഇനിയാണ് നമ്മൾ പ്രൈവറ്റ് ഗുഡും പബ്ലിക് ഗുഡും തമ്മിലുള്ള വ്യത്യാസം. അതായത് എന്താണ് ഇത്? ചിലപ്പോൾ റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ പബ്ലിക് ഗുഡ് ആൻഡ് പ്രൈവറ്റ് ഗുഡ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ട് ആർ ദ? നോക്ക്, എന്താണ് പ്രൈവറ്റ് ഗുഡ്, എന്താണ് പബ്ലിക് ഗുഡ്? ഏതോ ഒരു 2-3 എക്സാമ്പിൾ അല്ലെങ്കിൽ പോയിന്റ് വിത്ത് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാം. എന്താണ് പ്രൈവറ്റ് ഗുഡ്? ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലേ ജനങ്ങളുടെ അടുത്തുനിന്ന് പൈസക്കാരുടെ അടുത്ത് പൈസ ഉണ്ടാവും ഇല്ലേ, അതൊന്നും എടുത്തിട്ട് എന്ത് ചെയ്യണം? പാവങ്ങൾക്ക് കൊടുക്കണം. വേണ്ടടോ? വേണം. അപ്പൊ എങ്ങനെ അത് പോയി വീട്ടിൽ നിന്ന് പിടിച്ചു പറിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യും. അപ്പൊ ജനങ്ങൾ, പൈസക്കാർ ടാക്സ് അടയ്ക്കും. ആ കിട്ടുന്ന വരുമാനം എടുത്ത് എങ്ങോട്ട് ചെലവാക്കും? പാവങ്ങൾക്ക് കൊടുക്കും. അപ്പൊ നമ്മുടെ രാജ്യത്തുള്ള ഇനീക്വാളിറ്റി, അസമത്വങ്ങൾ എന്തായാം? ഇല്ലാതാക്കാം. അത്രേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ഇനി എന്താണ് പ്രൈവറ്റ് ഗുഡ്, എന്താണ് പബ്ലിക് ഗുഡ്? ഇവിടെ ഇങ്ങനെ 2 കോളമായിട്ട് എഴുതിയത് കണ്ടോ മക്കള്? അത് അങ്ങോട്ടേക്ക് എഴുതി വെച്ചാൽ മതി. ഈ സെന്റൻസ് ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതുകയും വേണ്ട. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നോക്കുക കേട്ടോ. ഒന്നാമത്തെ ഡിഫറൻസ്, പ്രൈവറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്രൈവറ്റ് സെക്ടർ. ഇത് ആരാ ഉണ്ടാക്കുന്നത്? പ്രൈവറ്റ് സെക്ടറാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പബ്ലിക് ഗുഡ് ആരാ ഉണ്ടാക്കുന്നത്? ഗവൺമെന്റ് ആണ് കേട്ടോ. പ്രൈവറ്റ് സെക്ടർ ഉണ്ടാക്കുന്നതാണ് എന്ത്? പ്രൈവറ്റ് ഗുഡ്. നേരെ മറിച്ച് ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? പബ്ലിക് ഗുഡ്. ഇനി നോക്കിയേ, പബ്ലിക് ഗുഡ്സ് ആർ എക്സ്ക്ലൂഡബിൾ. എക്സ്ക്ലൂഡബിൾ, നിങ്ങൾ ആ ഒരു ടേം മാത്രം പഠിച്ചു വെച്ചാൽ മതി. വാട്ട് ഈസ് മെൻ ബൈ എക്സ്ക്ലൂഡബിൾ എന്നൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല കേട്ടോ. എന്താണ് എക്സ്ക്ലൂഡബിൾ? എക്സ്ക്ലൂഡ് ചെയ്യുക പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക. ഇപ്പം ഞാൻ സിനിമ തിയേറ്ററിലേക്ക് പോവുക, ടിക്കറ്റ് എടുക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സിനിമ കാണാൻ പറ്റില്ല.
അത് ഉറപ്പല്ലേ? അപ്പം ഞാനത് പേ ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യും? ഒഴിവാക്കും. എനിക്ക് സിനിമ കാണാൻ പറ്റൂല. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? എന്നെ ഒഴിവാക്കപ്പെടുകയാണ്. അതാണ് എക്സ്ക്ലൂഡബിൾ എന്ന് ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്തല്ല? നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ആരും ഒഴിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ നിങ്ങൾ ബീച്ച് എടുത്തോളൂ. ബീച്ച് എന്ന് പറയുന്ന സംഭവം ഒരു പ്രൈവറ്റ് ഗുഡാണോ? അല്ല, അതൊരു പബ്ലിക് ഗുഡാ അല്ലേ? അതെന്ത് ചെയ്യാം? എനിക്ക് അവിടെ പോയി എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും അവിടെ പോവാം. ഞാൻ ഇനി അവിടെ പോയി പൈസ കൊടുത്തില്ല, എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. എല്ലാവർക്കും എന്ത് ചെയ്യാം? ഒരുപോലെ എൻജോയ് ചെയ്യാം. ആരെയും അവിടെ എന്ത് ചെയ്യുന്നില്ല? മാറ്റി നിർത്തപ്പെടുന്നില്ല. അതാണ് പബ്ലിക് ഗുഡിന്റെ പ്രത്യേകത കേട്ടോ. നേരെ മറിച്ച് പ്രൈവറ്റ് ഗുഡ് ആണെങ്കിൽ എന്താണ്? മാറ്റി നിർത്തും, എക്സ്ക്ലൂഡബിൾ ആണ്. ഇത് നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. അത് തന്നെ, റോഡ്. ഓക്കെ, നൗ കംസ് റൈവൽ. റൈവൽ അത് മാത്രം ആലോചിച്ചാൽ മതി. ഈ ടേം ആലോചിച്ചാൽ മതി. റൈവൽ കണ്ടോ? നിങ്ങൾ ആ ടേം എഴുതിയാൽ മതി മക്കളെ. റൈവൽ എന്ന് പറഞ്ഞാൽ യൂസിങ് എ ഗുഡ് ബൈ എനി വൺ ലിമിറ്റ് ഇറ്റ്സ് അവൈലബിലിറ്റി ടു അതേഴ്സ്. ഞാനൊരു ഷോപ്പിൽ പോയിട്ട് ഞാനൊരു ഷർട്ട് എടുത്തു എന്ന് വിചാരിക്കുക. ആ ഷർട്ട് ഞാൻ എടുത്തു. ഇനിയിപ്പോൾ ആ ഷർട്ട് വേറൊരാൾക്ക് കിട്ടുമോ? ഇല്ല. അതേപോലത്തെ ഒന്ന് വേറൊരാൾക്ക് കിട്ടും. പക്ഷെ ഞാൻ എടുത്ത് കയ്യിൽ വെച്ച ആ ഷർട്ട് വേറൊരാൾക്ക് എന്ത് ചെയ്യില്ല? കിട്ടില്ല. അതാണ് റൈവൽ. നേരെ മറിച്ച് നോൺ റൈവൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്? റോട്ടിൽ കൂടെ നടന്നു പോകുന്നു കേട്ടോ. ഞാൻ പോയി എന്ന് വിചാരിച്ചിട്ട് വേറൊരാൾക്കും ആ റോട്ടിൽ കൂടെ പോകാൻ പറ്റൂലേ? പറ്റും, എല്ലാവർക്കും പോവും. ഓക്കെ, അപ്പം അത് കണ്ടില്ല. ടോക്സിക് ടീസർ കണ്ടോ? ഇല്ല, കണ്ടില്ല, കാണണം. ഓക്കെ, അപ്പോൾ ഇതാണ് നോൺ റൈവൽ. കാരണം എല്ലാവർക്കും ഉപയോഗിക്കാം. ആരും അവിടെ നിന്ന് എന്ത് ചെയ്യില്ല? ഞാനിപ്പോൾ അത് ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കൊന്നുമില്ല. ഇപ്പം ഞാൻ റോട്ടിൽ കൂടെ പോയപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടന്നുപോയി. പക്ഷെ എന്ന് വെച്ചാൽ എൻ്റെ പിന്നാലെ വരുന്ന ആൾക്കാർക്ക് അയ്യോ ആ വ്യക്തി സ്ട്രീറ്റ് ലൈറ്റ് ഉപയോഗിച്ചു എന്നാൽ നമുക്ക് കിട്ടൂല. അങ്ങനെ ഉണ്ടോ? ഇല്ല, അയാൾക്കും കിട്ടും, അതിന് പിന്നാലെ വരുന്ന ആൾക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. മനസ്സിലായോ? അതാണ് നോൺ റൈവൽ. നിങ്ങൾ അതിൻ്റെ മീനിങ് ഒന്നും എഴുതാൻ നിൽക്കണ്ട. നിങ്ങളോട് ജസ്റ്റ് എന്താ പറഞ്ഞത്? അതായത് ഇതിൻ്റെ ജസ്റ്റ് ഇത് എഴുതാനാ പറഞ്ഞത്. അതായത് ഡിഫറൻസാ കേട്ടോ. അപ്പം 3 ഡിഫറൻസ് ഇവിടെ ഉണ്ട്. ഒന്ന് പ്രൊഡ്യൂസ്ഡ് ബൈ പ്രൈവറ്റ് സെക്ടർ ആണ്. ദിസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് ആണ്. ഇതെന്താണ്? എക്സ്ക്ലൂഡബിൾ ആണ്. ഇത് നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ഇത് റൈവൽ ആണ്. ഇത് നോൺ റൈവൽ ആണ്. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവിടെയൊക്കെ നോണാ കണ്ടോ? ഇതൊക്കെ നോൺ വെജാ, ഇതൊക്കെ വെജാ. നോക്കിയേ, എക്സാമ്പിൾ TV. ഇനി പ്രൈവറ്റ് ഗുഡിന് എക്സാമ്പിൾ TV, സിനിമ, പ്രൈവറ്റ് പാർക്കിംഗ് ഏരിയ, കാറ്, ഇതൊക്കെ എന്താണ്? പ്രൈവറ്റ് ഗുഡാ. നേരെ മറിച്ച് പബ്ലിക് ഗുഡ്സ് ഉണ്ട്. റോഡ് എന്ന് പറഞ്ഞാൽ പബ്ലിക് റോഡാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് മാത്രം ഒരു വഴിയുണ്ട്. ആ റോഡ് ഇപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ ഞാൻ കൊടുക്കുമോ? ഇല്ല കേട്ടോ. ഇത് പബ്ലിക് റോഡ്, പബ്ലിക് പാർക്ക്, സ്ട്രീറ്റ് ലൈറ്റ്സ്, ഡിഫൻസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? പബ്ലിക് ഗുഡിന് എക്സാമ്പിളാണ്. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ പബ്ലിക് ഗുഡ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്, ഗീവ് 2 എക്സാമ്പിൾസ് ഫോർ ഈച്ച് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ 2 കോളം ആക്കുക, എന്നിട്ടൊരു 3 ഡിഫറൻസ് എഴുതുക. ഇതൊന്നും എഴുതണ്ട. ഇതിൻ്റെ മീനിങ് എക്സ്ക്ലൂഡബിൾ, റൈവൽ, അതിൻ്റെ മീനിങ് ഒന്നും എഴുതണ്ട. ജസ്റ്റ് ഈ ടേം ഇങ്ങനെ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. ഇനി അടുത്തതാണ് കോമ്പോണൻറ്റ്സ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ഒരു ഫ്ലോ ചാർട്ടായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 5 മാർക്കിനും ചിലപ്പം വരും കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതൊരു പബ്ലിക് ഗുഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയേ, എന്താണ് കോമ്പോണൻറ്റ്സ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റ് 2 രീതിയിലുണ്ട്. ഒന്ന് റവന്യൂ ബഡ്ജറ്റ്. റവന്യൂ ബഡ്ജറ്റിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് ഞാൻ ഇവിടെ എഴുതിയേക്കാം RR, റവന്യൂ ബഡ്ജറ്റ്. RB. ഓക്കെ, സോറി RR അല്ല, റവന്യൂ ബഡ്ജറ്റ് RB. ഓക്കെ, റവന്യൂ ബഡ്ജറ്റ്. അതേപോലെ വേറൊരു ബഡ്ജറ്റാണ് മക്കളെ എന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റ്, CB. ചിക്കൻ ബിരിയാണി എന്നൊന്നും വിചാരിക്കരുത്. അത് എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റ് ആണ്. ഇനി ഈ റവന്യൂ ബഡ്ജറ്റ് 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? റവന്യൂ റിസീപ്റ്റ്സും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഞാൻ ഒക്കത്തിന് ഷോർട്ടാക്കുകയാണ് കേട്ടോ. റവന്യൂ ബഡ്ജറ്റ് നമ്മൾ ആദ്യം റവന്യൂ ബഡ്ജറ്റ് മാത്രം എടുക്കുക, എന്നിട്ട് നേരെ ക്യാപിറ്റൽ ബഡ്ജറ്റിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ റവന്യൂ ബഡ്ജറ്റ് 2 എണ്ണം ഉണ്ട്. റവന്യൂ റിസീപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും. ഇനി നോക്ക്, റവന്യൂ റിസീപ്റ്റ്സ് 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ടാക്സ് റവന്യൂ ഉണ്ട്, അതേപോലെ എന്തുണ്ട്? നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. അതായത് നികുതി വരുമാനം, അതായത് ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, അങ്ങനെ പറഞ്ഞ നികുതി ഇനത്തിൽ ഗവൺമെന്റിന് വരുമാനമുണ്ട്. അതേപോലെ നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹെൽമെറ്റ് ഇടില്ലെങ്കിൽ ഫൈൻ കൊടുക്കണം.
വേണ്ടേ? ചിലപ്പോൾ റൂളൊന്നും പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ പെനാൽറ്റി അടച്ചങ്ങോട്ട് പോകും അല്ലേ? അങ്ങനെയൊക്കെ കിട്ടുന്നതാണ് ഈ നോൺ ടാക്സ് റവന്യൂ. ഫീസ്, ഫൈൻ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് നമ്മുടെ എന്ത് നോൺ ടാക്സ് റവന്യൂ. GST ടാക്സ് റവന്യൂ ആണ് കേട്ടോ. പക്ഷേ നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഫീസ്, ഫൈൻ, പെനാൽറ്റി ഒക്കെ ഇല്ലേ, അതാണ് നോൺ ടാക്സ് റവന്യൂ. അപ്പം ഗവൺമെന്റിന് എങ്ങനെയൊക്കെ വരുമാനമുണ്ട്? ബൈ ഇമ്പോസിങ് ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നോൺ ടാക്സ് റവന്യൂ ആർക്കുണ്ട്? ഗവൺമെന്റിന്. ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് മക്കളെ എന്ത്? റവന്യൂ റിസീപ്റ്റ്സ്. ഇനി ഇങ്ങനെയൊക്കെ ഗവൺമെന്റിന് വരുമാനമുണ്ട്, റവന്യൂ റിസീപ്റ്റ്സ് ഇല്ലേ, വരുമാനം കിട്ടുന്നുണ്ട്. ഈ വരുമാനം എടുത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യും? റവന്യൂ എക്സ്പെൻഡിച്ചർ. നിങ്ങൾ ഈ പോർഷനിലേക്ക് ഇപ്പൊ നോക്കുക വേണ്ട കേട്ടോ. അത് നമ്മൾ ഇതങ്ങോട്ട് നോക്കാം. നോക്കിയേ, ഈ റവന്യൂ റിസീപ്റ്റ്സ് ഇവിടെ കിട്ടുന്ന വരുമാനം ഇല്ലേ, ടാക്സ്, നോൺ ടാക്സ് റവന്യൂ, ഇതെന്ന് കിട്ടുന്ന വരുമാനം എടുത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യും? റവന്യൂ എക്സ്പെൻഡിച്ചർ നടത്തും. അതായത് ചെലവാക്കണ്ടേ? അതിനല്ലേ ഇത് അല്ലേ? ഇല്ല, ഇതിൽ പ്രോബ്ലംസ് ഒക്കെ സോ സിമ്പിൾ. ഓക്കെ, ടഫ് ഒന്നും അല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യും? റവന്യൂ എക്സ്പെൻഡിച്ചർ നടത്തും. ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ രണ്ടെണ്ണം ഉണ്ട്. പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് മുൻകൂട്ടി അറിയാം, എല്ലാ മാസവും ശമ്പളം കൊടുക്കണം ഗവൺമെന്റ് ജീവനക്കാർക്ക് എന്നറിയാം. അത് പ്ലാൻഡ് ആണല്ലേ, അല്ലാതെ 31-ാം തീയതി തീരുമാനിക്കല്ലോ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക? പ്ലാൻഡ് ആയിട്ടുള്ള റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതേപോലെ ചില സമയത്ത് നോൺ പ്ലാൻ ഉണ്ട്, അപ്രതീക്ഷിതമായിട്ട് വരുന്ന സംഭവങ്ങൾ ഉണ്ടാവും. അതാണ് നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഈ ഒരു സെക്ഷൻ റവന്യൂ ബഡ്ജറ്റ് പഠിച്ചു വെക്കണം മക്കളെ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക. ചിലപ്പം കോമ്പോണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക. ചില സമയത്ത് ഇങ്ങനെ തന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ കഷ്ണം തരൂല, എന്നിട്ട് അതൊക്കെ നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയും. എങ്ങനെ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു വരാം കേട്ടോ. അപ്പൊ ബഡ്ജറ്റ് നമ്മൾ ആദ്യം കഴിഞ്ഞു, റവന്യൂ ബഡ്ജറ്റ്. നമ്മൾ ഈ സെക്ഷൻ കഴിയാണ് റവന്യൂ ബഡ്ജറ്റ്. കണ്ടോ? ഇനി അടുത്ത നമ്മൾ എവിടെ പോവാണ്? ക്യാപിറ്റൽ ബഡ്ജറ്റ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് കയറിക്കോളൂ, ക്യാപിറ്റൽ ബഡ്ജറ്റ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ റവന്യൂ ബഡ്ജറ്റ് നമ്മൾ പറഞ്ഞില്ലേ, റവന്യൂ റിസീപ്റ്റ്സ്, റവന്യൂ എക്സ്പെൻഡിച്ചർ. അതുപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റിന് എന്തുണ്ട്? ക്യാപിറ്റൽ റിസീപ്റ്റ്സും ഉണ്ട്, അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. കണ്ടോ? ഇവിടെ RRഉം RE ഉള്ള പോലെ ഇവിടെ CRഉം CE ഉണ്ട്. CR എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റിസീപ്റ്റ്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ റിസീപ്റ്റ്സ് എന്ന് പറഞ്ഞാലും ഗവൺമെന്റിന് വരുമാനം. ഓക്കെ, അതെങ്ങനെയാ? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബോറോയിങ്. നല്ല ഐഡിയ ആണ് കേട്ടോ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഗവൺമെന്റ് ചില എന്താ പറയാ സ്ഥാപനങ്ങളൊക്കെ വിറ്റ് അതിന്റെ ഷെയർ ഒക്കെ കിട്ടുന്നല്ലേ, അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ വരുമാനം കിട്ടാറുണ്ട്. പിന്നെ ഒരു വരുമാനം ഉണ്ട്, അതാണ് ഏറ്റവും എളുപ്പം, ബോറോയിങ്, കടം വാങ്ങിക്കുക. രാജ്യത്തിനകത്തുനിന്ന് കടം വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പുറത്തുനിന്ന് IMF, വേൾഡ് ബാങ്ക് എന്നൊക്കെ എന്ത് ചെയ്യാം? കടം വാങ്ങിക്കാം. അങ്ങനെയുള്ള വരുമാനം ഉണ്ട്. അത്യാവശ്യം ഷോർട്ടേജ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ക്യാപിറ്റൽ റിസീപ്റ്റ്സ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്, ബോറോയിങ് ഉണ്ട്. ഇനി മക്കളെ, ഈ ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ഇങ്ങനെ കടം വാങ്ങിച്ചും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഈ പൈസയില്ലേ, ഈ പൈസ എടുത്ത് ഗവൺമെന്റ് ഇവിടെ എന്ത് ചെയ്യും? എക്സ്പെൻഡിച്ചർ നടത്തും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. മക്കളെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ രണ്ടെണ്ണം ഉണ്ട്. പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതാ ഇവിടെ ഉള്ള പോലെ തന്നെ, ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്? പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ചിലപ്പം ഗവൺമെന്റ് ചിലപ്പോൾ ഇൻഡസ്ട്രി തുടങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാവിയിൽ അവർക്ക് വരുമാനം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്താറുണ്ട്. അതാണ് പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒക്കെ കേട്ടോ. അപ്പൊ ഈ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, കോമ്പോണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ് കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ദാറ്റ് ഇസ് റവന്യൂ റിസീപ്റ്റ്സ്. നേരത്തെ കണ്ടതാണ്, നേരത്തെ മിസ് പറഞ്ഞതാണ്. ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് ഫ്രം ഇവിടെ പറഞ്ഞ ഈ സംഭവമില്ലേ, ഈ സംഭവമില്ലേ, ഇതാണ് ഇവിടെ പറയുന്നത്. ഇത് പഠിക്കുകയൊന്നും വേണ്ട. നോക്ക്, ടാക്സ് ഇപ്പൊ ഇൻഡയറക്ട് ടാക്സ് ഇല്ല, അതിന് വരെ GST ഒക്കെ ആക്കിയിട്ടുണ്ട്. കണ്ടോ? ഇതാണ് ഫീസ്, ഫൈൻ, എസ്റ്റേറ്റ്, സ്പെഷ്യൽ അസസ്മെന്റ്, ഇൻകം ഫ്രം പബ്ലിക് പ്രോപ്പർട്ടി, ഗ്രാൻഡ് ഇൻ എയ്ഡ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് എന്ത് നമ്മുടെ നോൺ ടാക്സ് റവന്യൂ. അതൊന്നും പഠിക്കണ്ട, പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നൗ കംസ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹലോ, ഞാൻ അമൃത. ഓക്കെ, ഷാജി ഓക്കെ, അമൃത. ഓക്കെ, അപ്പൊ എന്താണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്? മക്കളെ, ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മി, അതാണ് അർത്ഥം. കമ്മി എപ്പോഴാണ്? ഇപ്പൊ നമ്മുടെ ഒരു ബഡ്ജറ്റ്, ഇപ്പൊ ഓരോ ഫാമിലിക്കും ബഡ്ജറ്റ് ഉണ്ടാവും അല്ലേ? എപ്പോഴാണ് നമ്മുടെ ഇതിൽ ബഡ്ജറ്റ് കമ്മി വരിക?
വെൻ അവർ റവന്യൂ ഷോർട്ടേജ് ആവുക, എക്സ്പെൻഡിച്ചർ അങ്ങോട്ട് കൂടുക, പക്ഷെ റവന്യൂ കുറവാണ്, വരുമാനം കുറവും ചെലവ് കൂടുതലും ആവുന്ന സമയത്താണ് നമുക്ക് എന്ത് വരിക? ഡെഫിസിറ്റ് വരിക അല്ലേ? ടോട്ടൽ മൈനസ് ടോട്ടൽ റവന്യൂ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ. സീ ദിസ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ. നമുക്ക് ഇങ്ങനെ എഴുതാം, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ. ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ബഡ്ജറ്റ് ഡെഫിസിറ്റ്. അത് തന്നെ. അതായത് എപ്പോഴും ഇപ്പൊ നമ്മുടെ ഇന്ത്യയെ പോലൊരു രാജ്യമാണെങ്കിൽ ഓക്കെ, എപ്പോഴും നമ്മളെ ഒരു ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും എന്താ കൂടുതൽ? എക്സ്പെൻഡിച്ചറാണ് കൂടുന്നത്. കാരണം നമ്മുടെ എന്താണ്? ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് അല്ലേ? എപ്പോഴും ചെലവാക്കാനേ ഗവൺമെന്റിനുള്ളൂ. അപ്പോൾ എപ്പോഴും ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും വരുമാനത്തെക്കാളും എന്ത്? കൂടുതൽ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒന്നാണ് മക്കളെ എന്ത്? ഡെഫിസിറ്റ്. മക്കളെ ഡെഫിസിറ്റിന്റെ ഓപ്പോസിറ്റ് അറിയൂ എന്താണ്? ഡെഫിസിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? സർപ്ലസ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണ്? സാറിന് സഞ്ജയ് കൃഷ്ണ, യെസ് മിസ്, യെസ് സഞ്ജയ്. ഓക്കെ, സർപ്ലസ് എന്ന് പറഞ്ഞാൽ ലാഭം. അപ്പൊ നമുക്ക് എന്തായിരിക്കും കൂടുതൽ? നമുക്ക് റവന്യൂ ആണ് കൂടുതൽ. റവന്യൂ ആണ് കൂടുതലെങ്കിൽ എക്സ്പെൻഡിച്ചർ ചെലവ് വളരെ കുറവും, റവന്യൂ വളരെ കൂടുതലാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അല്ലേ? അങ്ങനെയുള്ള ഒരു ബഡ്ജറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സർപ്ലസ് ബഡ്ജറ്റ്. പക്ഷേ നമുക്ക് ഒരിക്കലും അങ്ങനെ സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ടാവാറില്ല കേട്ടോ. നമുക്ക് എപ്പോഴും ഡെഫിസിറ്റാ. അതിന് കാരണം എന്താണ്? നമ്മുടെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. എപ്പോഴും എക്സ്പെൻഡിച്ചർ ഈസ് ഓൾവേസ് മോർ ദാൻ റവന്യൂ കേട്ടോ. അതാണ് കാരണം. അപ്പൊ ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്താണെന്ന് ഇനി മറന്നു പോവുമോ? വാട്ട് ഈസ് മെൻ ബൈ ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പഠിച്ചാൽ മതി മക്കളെ. ടി മൈനസ് ടി ആർ. പക്ഷെ ടി എന്താണെന്ന് അറിയണം കേട്ടോ. ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ. ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ് ഉള്ളത് 4 ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഈ 4 ആദ്യത്തത് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. നേരത്തെ പറഞ്ഞു ബഡ്ജറ്റ് ഡെഫിസിറ്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് എന്താണ്? ടോട്ടൽ റവന്യൂ. അതാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. ഇനിയിപ്പോൾ അത് പറയണ്ടല്ലോ. അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ. ഇതാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. വേറൊരു സുനാപ്ലിക്കേഷൻ വരുന്നുണ്ട്, ദാറ്റ് ഇസ് നോൺ ആസ് റവന്യൂ ഡെഫിസിറ്റ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ? ഞാനിവിടെ എഴുതേ, റവന്യൂ ഷോർട്ട് ആക്കിയാൽ മതി. റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീറ്റ്സ്. ഇങ്ങനെ കണ്ടോ? ഇങ്ങനെ പഠിക്കുക. റവന്യൂ ഡെഫിസിറ്റ്. മക്കളെ ഇവിടെയൊക്കെ ഡെഫിസിറ്റാ. ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ് അല്ലേ? അപ്പൊ ഇതൊക്കെ ഡെഫിസിറ്റുകളാ. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീറ്റ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അത് പഠിക്കണം കേട്ടോ. ഫിസ്ക്കൽ ഡെഫിസിറ്റും പ്രൈമറി ഡെഫിസിറ്റും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓക്കെ മൈനസ്, ഓക്കെ ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ടോട്ടൽ റവന്യൂ ഓക്കെ പ്ലസ് നോൺ ഡെറ്റ്, ഓക്കെ നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. ഷോർട്ടാക്കി പഠിക്കുക കേട്ടോ. ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. ഇതാണ് നമ്മുടെ എന്ത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ്. പ്രൈമറി ഡെഫിസിറ്റ് കാണാൻ ഇതാ മതി, ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഇങ്ങനെ അങ്ങോട്ട് പഠിക്കുക. ഷോർട്ടാക്കി പഠിച്ചോളുക കേട്ടോ. ഇത് 4 പഠിക്കണേ. ബഡ്ജറ്റ് ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആൻഡ് പ്രൈമറി ഡെഫിസിറ്റ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇങ്ങനെ വിട്ടുതരും കേട്ടോ. ഇതിന്റെ പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കും, അത്രയേ ഉള്ളൂ. കുറച്ച് കാലമായിട്ട് ചോദിക്കാറില്ല. പക്ഷെ ഇത് എന്താ സംഭവിക്കാന്നറിയോ? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ഡാഷ്, എന്നിട്ട് ബ്രാക്കറ്റിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും. അങ്ങനെ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പഠിക്കുക. ഈ ഫോർമുല അങ്ങോട്ട് പഠിച്ചാൽ മതി. നിങ്ങൾ പ്രോബ്ലത്തിലേക്ക് ഒന്നും പോകണ്ട. ഇതിങ്ങനെ ഈ ഫോർമുല ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വൺ, ഫിസ്ക്കൽ പോളിസി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫിസ്ക്കൽ പോളിസി? ഫിസ്ക്കൽ, ഓക്കെ ഫിസിക്കൽ അല്ല, ദിസ് ഈസ് ഫിസ്ക്കൽ, FISCAL. നോട്ട് കിട്ടും, നോട്ടൊക്കെ കിട്ടും കേട്ടോ. നോട്ടൊക്കെ സെൻഡ് ചെയ്യും. നമ്മൾ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് കിട്ടാറുണ്ട്. കുടുംബശ്രീ സുശീല, ഇല്ല ലൈവ് ഉണ്ടായത് ഇന്ന് നേരത്തെ വന്ന്, നേരത്തെ ഇന്ന് 7 മണിക്കാണ് +2 ലൈവ് എന്നാ തോന്നുന്നത് കേട്ടോ. ഫിസ്ക്കൽ പോളിസി എന്താന്ന് ചോദിക്കും. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ഇസ് ഫിസ്ക്കൽ പോളിസി എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഫിസ്ക്കൽ ഗ്രൂപ്പിലില്ലേ? സോ ഐ ഡോണ്ട് നോ, എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല.
ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസി റിലേറ്റഡ് ടു ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് ചെലവാക്കുക. അതേപോലെ വാട്ട്സ് എ ഗ്രൂപ്പ് ബാൻഡ്, ഓക്കെ, ഗവൺമെൻറ് സ്പെൻഡിങ്, അതേപോലെ ടാക്സേഷൻ. ഗവൺമെൻറ്റിന് ഒരുപാട് ടാക്സ് ചുമത്താനുള്ള അധികാരമുണ്ട് ഇല്ലേ? ആ ടാക്സ് കൂടെ കിട്ടിയ വരുമാനം ഗവൺമെൻറ് എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നു അതിൻ്റെ ഒരു പോളിസി ഉണ്ട്. അത് ഗവൺമെൻറ് എടുത്തേ പറ്റുള്ളൂ, അല്ലാതെ ഗവൺമെൻറ് നിലനിന്ന് പോകണ്ടേ. അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ശരിക്കും നമ്മൾ എന്ത്, അതിനെക്കുറിച്ചുള്ള പോളിസിയാണ് ശരിക്കും എന്ത്, നമ്മുടെ ഈ ഫിസ്ക്കൽ പോളിസി. അപ്പോൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ടാക്സേഷൻ. ഓക്കെ, ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ടാക്സേഷൻ, ഇതാണ് നമ്മുടെ എന്ത്, ഫിസ്ക്കൽ പോളിസി. ക്ലിയർ? പരീക്ഷയ്ക്ക് ചോദിക്കേ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്നായിരിക്കും. അപ്പം വേലോട്ട് നോക്കരുത്, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പറഞ്ഞാലും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഓക്കെ, ആൻഡ് ടാക്സേഷൻ, ടാക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും ഗവൺമെന്റിന്റെ റവന്യൂ അല്ലേ ടാക്സേഷൻ അല്ലേ? അപ്പൊ ചോദിക്കും ദ പോളിസി റിലേറ്റഡ് ടു ഗവൺമെന്റ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ദിസ് ചോദിക്കരുത്, സെയിം തന്നെയാണ്. ഗവൺമെന്റ് സ്പെൻഡിങ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്നതും ഗവൺമെന്റ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒന്ന് തന്നെയല്ലേ? ഒന്ന് തന്നെയാ, ടേംസ് വി യൂസ്ഡ് ഡിഫറെന്റ്, ദാറ്റ്സ് ഓൾ. നൗ നെക്സ്റ്റ് വൺ, ഇൻസ്ട്രുമെന്റ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ഇത് പരീക്ഷയ്ക്കും ചോദിക്കുക. അപ്പൊ ചോദിക്കും ഇത് മിസ് ഒന്നും വിടുന്നില്ലല്ലോ, എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുമല്ലോ, എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നോക്ക്, ഇൻസ്ട്രുമെന്റ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ഇൻസ്ട്രുമെന്റ് ഓഫ് ഫിസ്ക്കൽ പോളിസിയിൽ ഫസ്റ്റ് വൺ ആണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ശരിക്കും ചിന്തിച്ചിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതായത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഞാൻ അങ്ങോട്ടാ ശ്രദ്ധിക്കുന്നത്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സ്പെൻഡിങ് ബൈ ഗവൺമെന്റ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് പബ്ലിക് പ്രോജക്ട്സ്. ഇപ്പൊ ഗവൺമെന്റിന് ഒരുപാട് പൈസ ചെലവാക്കണ്ടേ? വേണ്ടേ? കാരണം അവർക്ക് ജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും കൊടുക്കണം. അതേപോലെ ഡിഫൻസിൽ കുറേ പൈസ ചെലവാക്കണം. ഇതെല്ലാം ഗവൺമെന്റ് ചെലവാക്കണം. ഇഷ്ടംപോലെ പൈസ ചെലവാക്കുന്നുണ്ട് കേട്ടോ. മിസ്സേ എന്നെ അറിയുമോ? അർച്ചന എന്നെ അറിയുമോ? അർച്ചന +1 ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, നോക്ക്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഇപ്പൊ എക്സ്പെൻഡിച്ചർ ഓൺ ഡിഫൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, സബ്സിഡീസ് എക്സെട്ര. ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക ഫിസ്ക്കൽ പോളിസി ഇൻസ്ട്രുമെന്റ്. ഗവൺമെന്റ് എടുത്ത് അറിയില്ല, അതേപ്പോ എനിക്കിനി പറയാനുള്ളൂ അദ്വൈതേ, അറിയില്ല, മറന്നുപോയി. ഓക്കെ, അറിയില്ല. ഇൻസ്ട്രുമെന്റ് ഓഫ് ഫിസ്ക്കൽ പോളിസി ആദ്യത്തേതാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. അത് മനസ്സിൽ വെക്കുക. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഗവൺമെന്റ് പല ഡിഫൻസിന് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, ചെലവാക്കുന്നുണ്ട്. അതാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. അത്ര അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ മക്കളെ എന്താണെന്നറിയോ? ടാക്സേഷൻ ആണ് അല്ലേ? ടാക്സേഷൻ തീരാറായിണ്ട്, ഏതാണ്ട് പകുതി എത്തി കേട്ടാ. ഇനി Taxation refers collection of revenue by the government through direct and indirect tax. കണ്ടോ? ഗവൺമെന്റ് പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, ഇതൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഗവൺമെന്റ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കും. റവന്യൂ, അതാണ് ഗവൺമെന്റ് വരുമാനം കേട്ടോ. എക്സാമ്പിൾ, ഇൻകം ടാക്സ്, GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, കസ്റ്റം ഡ്യൂട്ടി, ഇങ്ങനെയുള്ള ടാക്സ് ഒക്കെ അങ്ങോട്ട് ചുമത്തിയിട്ട് ഗവൺമെന്റ് എന്ത് കിട്ടും? റവന്യൂ കിട്ടും കേട്ടാ. ക്ലാസ് എൻഡ് ടൈം ഒന്നും പറയാനായിട്ടില്ല കേട്ടാ. ഇത് മൈക്രോ ആണോന്നോ? അയ്യോ, ദിസ് ഇസ് മാക്രോ. അപ്പൊ എന്താണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, രണ്ടാമത്തെയാണ് എന്ത്? ടാക്സേഷൻ. മക്കളെ മൂന്നാമത്തതാണ്, ഇതാണ് ഏറ്റവും എളുപ്പം, പബ്ലിക് ബോറോയിങ്. പക്ഷെ കൊടുത്താലും, അതായത് കടമെടുക്കുക ഗവൺമെന്റ്. നോക്ക്, വെൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എക്സീഡ്സ്, നമ്മളായാലും എപ്പോഴാണ് കടമെടുക്കുക? നമ്മളെപ്പം കടമെടുക്കും? നമ്മുടെ വരുമാനം കുറഞ്ഞു, എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ നമുക്ക് പൈസ ഉണ്ടാവില്ലല്ലോ എന്തായാലും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് കടമെടുക്കും ഇല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴാണ്? ഗവൺമെന്റും അങ്ങനെ തന്നെയാ, പബ്ലിക് ബോറോയിങ്. അതായത് ഗവൺമെന്റിന് ചെലവ് കണ്ടമാനം കൂടും, വരുമാനം കുറയുമ്പോൾ ഗവൺമെന്റ് നേരെ പോവും എങ്ങോട്ടേക്ക്? കടമെടുക്കാൻ. ബോറോ ഫ്രം പബ്ലിക് ബാങ്ക്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. കണ്ടോ? ജനങ്ങളുടെ കയ്യിൽ നിന്ന് കടമെടുക്കും, ബാങ്കിന്റെ കയ്യിൽ നിന്ന് കടമെടുക്കും. അതേപോലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, IMF, വേൾഡ് ബാങ്ക് ഉള്ള സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും? കടമെടുക്കും. അവർക്ക് കൊടുക്കാൻ ആളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഈ കാരണങ്ങൾക്ക് ഇങ്ങനെ ഗവൺമെന്റ് എന്ത് ചെയ്യും? കടം വാങ്ങിച്ചു കൂട്ടും. എപ്പോഴാണ് കടം വാങ്ങിക്കേണ്ടി വരുന്നത്? വരുമാനം തികയാതാവുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? യെസ്, അത് തന്നെ.
ഇത് ലാസ്റ്റ് ടോപ്പിക് ഒന്നും എത്തിയില്ല, ഏതാണ്ട് പകുതി എത്തി എന്ന് പറയാം കേട്ടോ. അപ്പം ഇത് ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്, ഈ ഫിസ്ക്കൽ പോളിസി എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് മക്കൾ അറിയണം. ഈ ഫിസ്ക്കൽ പോളിസി വർക്ക് ചെയ്യണം വേണ്ടേ? അതെങ്ങനെയാണ് ഈ ഫിസ്ക്കൽ പോളിസി വർക്ക് ചെയ്യാന്ന്? ഉദാഹരണത്തിന് ഇത് കുറച്ചും കൂടെ ഞാൻ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ 3 എഴുതിയാൽ മതി. ഒന്ന് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്, രണ്ടാമത്തത് ടാക്സേഷൻ ആണ്, മൂന്നാമത്തത് പബ്ലിക് ബോറോയിങ് ആണ്. ഇതാണ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. പക്ഷേ ഈ 3 പോളിസിയും എങ്ങനെയാ എടുത്ത് പെരുമാറുന്നത് നമ്മൾ അറിയണ്ടേ? നോക്കിക്കേ മക്കളെ, ഇൻഫ്ലേഷൻ, അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ജനങ്ങളുടെ കയ്യിലൊക്കെ പൈസയുണ്ട്, പണത്തിൻ്റെ മൂല്യം, ആൾക്കാരുടെ കയ്യിൽ ഒരു സാധനം കൂടുതലാവുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ മൂല്യം എന്ത് ചെയ്യും? കുറയും അല്ലേ? പണത്തിൻ്റെ മൂല്യം കുറവാണ്, ഓക്കെ, സാധനങ്ങളുടെ വിലയൊക്കെ അങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം, സിറ്റുവേഷനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുക? ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇൻഫ്ലേഷന് സമയത്ത് എന്ത് ചെയ്യും? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും? മുഹമ്മദ് അലി, ഇൻഫ്ലേഷൻ ഇൻക്രീസസ്. അങ്ങനെയല്ല, ഇൻഫ്ലേഷൻ ഒരു സിറ്റുവേഷൻ ആണ് എന്ന് വിചാരിക്കുക നമ്മുടെ രാജ്യത്ത്. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, നമ്മൾ ഈ ഫിസ്ക്കൽ പോളിസി എടുത്താൽ പഠിക്കാൻ പോകുന്നത്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടുവോ കുറയ്ക്കോ? ഓൾറെഡി ജനങ്ങളുടെ കയ്യിൽ പൈസ കുമിഞ്ഞു കൂടിയിട്ട് അതിന് മൂല്യം ഇല്ലാതിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യണം? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യണം. പിന്നെ ഇങ്ങനെ എക്സ്പെൻഡിച്ചർ നടത്തിക്കൊണ്ടിരിക്കണോ? അല്ല, വേണ്ട. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ്, ഇനിയിപ്പോ സപ്പോസ് ഡിഫ്ലേഷൻ ആണ് വന്നതെങ്കിൽ, അതായത് പണച്ചുരുക്കമാണ് വന്നതെങ്കിൽ കേട്ടോ, അതായത് പണച്ചുരുക്കം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, സാധനങ്ങളുടെ വില കുറവാണ്, അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ, അതായത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ നോക്കിയേ, ഈ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഈ ഫിസ്ക്കൽ പോളിസി ഇങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. ഇൻഫ്ലേഷനിൽ കുറയ്ക്കും, ഡിഫ്ലേഷനിൽ എന്ത് ചെയ്യും? കൂട്ടും. ഇനി നിങ്ങൾ നോക്ക്, ടാക്സേഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെയും ഇങ്ങനെ എഴുതാം കേട്ടോ. ഇൻഫ്ലേഷനും അതേപോലെ എന്തുണ്ട്? ഡിഫ്ലേഷൻ. ഈ 2 സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ടാക്സ് റേറ്റ് എന്ത് ചെയ്യും? കൂട്ടും അല്ലേ? ടാക്സ് എന്ത് ചെയ്യും? കൂട്ടും. ഡിഫ്ലേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ടാക്സ് റേറ്റ് എന്ത് ചെയ്യും? കുറയ്ക്കും. കണ്ട, ഇത് എങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി മൂന്നാമത്തെ ഒന്നുണ്ട്, ദാറ്റ് ഈസ് പബ്ലിക് ബോറോയിങ്. ഇനി മക്കളെ, ഇൻഫ്ലേഷന് സമയത്ത് എന്ത് ചെയ്യും? ഇൻഫ്ലേഷൻ ജനങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, അപ്പൊ ബോറോയിങ് എന്ത് ചെയ്യും? കൂട്ടും അല്ലേ? ഇഷ്ടമാതിരി തരും. അപ്പൊ ഇനി അടുത്ത് നോക്കിയേ, ഡിഫ്ലേഷന്റെ സമയത്ത് എന്ത് സംഭവിക്കും? ഡിഫ്ലേഷന് സമയത്ത് ബോറോയിങ് എന്ത് ചെയ്യും? കുറയ്ക്കും. കണ്ട, അപ്പോൾ നമ്മുടെ 3 ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി ഉണ്ട്. ഏതൊക്കെയാണ്? 1 പബ്ലിക് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, 2 ടാക്സേഷൻ, 3 എന്താണ്? പബ്ലിക് ബോറോയിങ്. ഇത് എവിടേക്കോ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി എന്ന് കേട്ടോ. അതുകൊണ്ട് തന്നതാണ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. നൗ കംസ് ദ നെക്സ്റ്റ് വൺ, ഈക്വിലിബ്രിയം ഇൻകം ഓഫ് എൻ ഇക്കോണമി. ഇവിടെയാണ് മക്കളെ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞ് വരുന്നത് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് നല്ല എന്താ പറയുക, ഒക്കെ ഇക്വേഷൻസും സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളുമാണ്. ഒരൊറ്റ പ്രാവശ്യം ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. ആദ്യം ഈക്വിലിബ്രിയം ഓഫ് എൻ ഇക്കോണമി. നമ്മൾ 2 സെക്ടർ ഇക്കോണമി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 4ാമത്തെ ചാപ്റ്ററിൽ. ഇവിടെ നമ്മൾ 3 സെക്ടർ ഇക്കോണമിയുടെ ഈക്വിലിബ്രിയം ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ മിസ്സേ, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്താണ് പ്രോബ്ലം? അതാണ് പ്രോബ്ലം പഠിക്കാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്, വളരെ ടഫായിട്ടോ ഒന്നും പഠിക്കുന്നില്ല കേട്ടോ. പക്ഷെ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ മനസ്സിലാവും മാത്രമൊന്നുമില്ലടോ, ഡയറക്റ്റ് അല്ല. ഓക്കെ, ഈക്വിലിബ്രിയം ഇൻകം ഓഫ് എൻ ഇക്കോണമി. അപ്പോൾ മക്കളെ, ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ഈക്വിലിബ്രിയം? ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽസ് ആഗ്രിഗേറ്റ് സപ്ലൈ. ഈ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത്? ഈക്വിലിബ്രിയം. അതായത് ഒരു ഇക്കോണമിയിലെ ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയും തമ്മിൽ എന്താവുക? ഈക്വൽ ആവുന്ന ആ ഒരു സ്റ്റേജ്, ദാറ്റ് പൊസിഷൻ ഈസ് നോൺ ആസ് വാട്ട്? ഈക്വിലിബ്രിയം ഇൻ ആൻ ഇക്കോണമി. ഓക്കെ, ഇനി നോക്ക്, ദിസ് ഈക്വിലിബ്രിയം സിറ്റുവേഷൻ ക്യാൻ ബി ഇല്ലുസ്ട്രേറ്റഡ് ഫ്രം ദ ഫോളോയിങ് ഡയഗ്രാം. ഒന്നും മനസ്സിലാവാൻ വഴിയില്ല, ഐ വിൽ ഡ്രോ ഹിയർ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് മക്കളെ, ഇതാണ് നമ്മുടെ ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് AS. ഓക്കെ, ഇനി എനിക്കൊരു AD കർവും കൂടെയാണ്. ദിസ് ഈസ് AD. ഓക്കെ, AS ഉം AD യും കൂടെ ഈക്വൽ ആവുന്ന പോയിന്റ് ഉണ്ട്.
കണ്ടോ ഇതിങ്ങനെ ഈക്വൽ ആവുന്ന പോയിന്റ് കണ്ടോ അവിടുന്ന് താഴേക്ക് വരച്ചു ദിസ് ഈസ് അവർ ഇൻകം കണ്ടോ ഈക്വിലിബ്രിയം ഇൻകം ഇതാണ് നമ്മുടെ ഈക്വിലിബ്രിയം സ്റ്റേജ് ഓക്കെ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കണ്ടോ സംഭവം കഴിഞ്ഞ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് സി പ്ലസ് അത് ഞാൻ പറഞ്ഞുതരാം സി പ്ലസ് ഐ പ്ലസ് ജി ആണ് ഓക്കെ ജി അപ്പോൾ ഇതാണ് ഈക്വിലിബ്രിയം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതിൽ എന്താ ഉള്ളത് ഒരു 45 ഡിഗ്രി ലൈന് എപ്പോഴും എന്തായിരിക്കും മക്കളെ ആഗ്രിഗേറ്റ് സപ്ലൈ ആയിരിക്കും ദാറ്റ് ഇസ് ഈക്വൽ ടു വൈ ആണ് പിന്നെ ഒരു ആഗ്രിഗേറ്റ് ഡിമാൻഡ് രണ്ടും കൂടെ ഈക്വിലിബ്രിയം ഫിനിഷ്ഡ് ദിസ് ഇസ് ഈക്വിലിബ്രിയം സ്റ്റേജ് ഓക്കെ ഇനി ദാ 3 സെക്ടർ ഇക്കോണമി ഇനി എൻ്റെ മക്കൾ നല്ലോണം ശ്രദ്ധിക്കണം 3 സെക്ടർ ഇക്കോണമി ആണ് നമ്മൾ പഠിക്കുന്നത് ആഗ്രിഗേറ്റ് ഡിമാൻഡിനെ 3 സെക്ടർ ഇക്കോണമി ഓക്കെ എ ഡി ഇവിടെ തൊട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചോളുക എ ഡി ഒരു 3 സെക്ടർ ഇക്കോണമിയിൽ മക്കളെ നമ്മൾ 4 സെക്ടർ ഐ മീൻ 4 സെക്ടേഴ്സ് അണ്ടർ മാക്രോ ഇക്കണോമിക്സ് പഠിച്ചായിരുന്നു ഓർമ്മയുണ്ടോ 4 സെക്ടർ ഇക്കോണമി അല്ല 4 സെക്ടേഴ്സ് ഇൻ മാക്രോ ഇക്കണോമിക്സ് ഫേം ഹൗസ് ഹോൾഡ് ഗവൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ എന്ന് പഠിച്ചിട്ടില്ലേ അതിൽ നോക്ക് 3 സെക്ടർ ആകുമ്പോൾ അതിൽ ആരൊക്കെ വരും എന്നറിയോ ആരൊക്കെ വരും ഹൗസ് ഹോൾഡ് വരും ഇല്ലേ അതേപോലെ കറക്റ്റ് അതായത് സി പ്ലസ് ഐ പ്ലസ് ജി ആരാണ് ഈ സി പ്ലസ് ഐ പ്ലസ് ജി എന്നറിയാലോ അതായത് ഇതാണ് ഹൗസ് ഹോൾഡ് ഇതാണ് ഫേം ഇതാണ് ഗവൺമെന്റ് ഓർമ്മയുണ്ടോ അപ്പോൾ ഒരു 3 സെക്ടർ ഇക്കോണമിയിൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് മക്കളെ ഇത് മൂന്നും കൂടിയതാ അതായത് കൺസംഷൻ ഇൻവെസ്റ്റർ ആൻഡ് ഗവൺമെന്റ് അതായത് ഹൗസ് ഹോൾഡ് പിന്നെ ഫേം ആൻഡ് ഗവൺമെന്റ് 3 എണ്ണം കൂടി 4 ഉണ്ട് 4 സെക്ടർ ഇക്കോണമി ഉണ്ട് ദൈവം സഹായിച്ച അത് സിലബസിലില്ല അല്ലെങ്കിൽ കുട്ടി ഉണ്ട് 5ാമത്തെ ഓപ്പൺ ഇക്കോണമിയിൽ ഉണ്ട് പക്ഷെ അത്ര ഡെപ്തിൽ നമ്മൾ പോകുന്നില്ല കുടുങ്ങിയാനല്ലെങ്കിൽ നോക്കിയേ ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു 3 സെക്ടർ ഇക്കോണമിയിൽ സി പ്ലസ് ഐ പ്ലസ് ജി ആണ് മക്കളെ ഈ ഓരോ ലെറ്ററും എന്തിനെ കാണിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം സി എന്ന് പറയുന്നത് കൺസംഷൻ അതായത് ഹൗസ് ഹോൾഡ് ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് കംസ് ഫ്രം ദ പാർട്ട് ഓഫ് ഫേം ജി എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് കേട്ടോ ഇനി എ ഡി ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതണം എ ഡി is equal to എ ബാർ പ്ലസ് സി ഇൻറ്റു വൈ എ ബാർ എന്ന് പറയുന്നത് ഓട്ടോണമസ് ഓർമ്മയുണ്ടാവോ അതായത് എന്ത് ഉണ്ടെങ്കിലും പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നടക്കും കൺസംഷൻ ആണെങ്കിൽ നടക്കും ഒരു മിനിമം കൺസംഷൻ നമ്മൾ ചെയ്യും ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കടം വാങ്ങിച്ചാലും ഇൻവെസ്റ്റ്മെന്റ് നടത്തും ഗവൺമെന്റ് ആണെങ്കിലും കടം വാങ്ങിച്ചാലും എക്സ്പെൻഡിച്ചർ ചെയ്യും സി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം വൈ ഇൻകം ആണ് ഈ മക്കളെ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ എ ഡി is equal to എ ബാർ പ്ലസ് സി ഇൻറ്റു വൈ ഇതിങ്ങനെ ബൈഹാർട്ട് പഠിച്ചാൽ മതി എ ഡി is equal to ആഗ്രിഗേറ്റ് ഡിമാൻഡ് is equal to എ ബാർ പ്ലസ് സി ഇൻറ്റു വൈ അങ്ങനെയാണെങ്കിൽ ഈ എ ബാർ എന്ന് പറയുന്ന സാധനം നോക്കിയേ മക്കളെ എ ബാർ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടിയാ സി ബാർ എന്ന് പറയുന്നത് എന്താ അറിയോ ഓട്ടോണമസ് കൺസംഷൻ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയാം ഓരോ ലെറ്റർ ചൂണ്ടിയിട്ട് അത് എന്തിനെ കാണിക്കുന്നു എന്ന് പറയാം സി ബാർ എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ ഈ സി എം പി സി ആണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ടി ടാക്സ് ആണ് സി ഈ സിയും എം പി സി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഈ ടി ആർ എന്താണെന്നറിയോ ട്രാൻസ്ഫർ പേയ്മെന്റ് ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ജി എന്ന് പറയുന്നത് എന്താണ് ഗവൺമെന്റ് ആണ് അപ്പോൾ ഒരൊറ്റ നിവർത്തിയേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക എ ഡിയുടെ ഈ ഇക്വേഷൻ പഠിക്കുക എ ബാർ എന്താന്ന് പഠിക്കുക ഇനി ഇതാണ് ഈക്വിലിബ്രിയം ഇൻകം ദാറ്റ് ഈസ് എ ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സി കണ്ടാ എ ബാർ പ്ലസ് സി ഇൻറ്റു വൈ ആണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഈക്വിലിബ്രിയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി ആണ് ഓക്കെ ഇനി ദാ ഒരു ഇക്വേഷൻ ഉണ്ട് ഇനി പ്രോബ്ലം ആരോ ചോദിച്ചല്ലോ ഇതാണ് പ്രോബ്ലം ഇങ്ങനെയാണ് ഉണ്ടാവുക പരീക്ഷയ്ക്ക് സി is equal to 10 plus 0.5i എടോ ഇത് ശരിക്കും നിങ്ങളുടെ 4th ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് 4th ചാപ്റ്റർ തറോ ആയിട്ട് അറിയണവർക്ക് ഇതെല്ലാം അറിയാൻ ചാൻസ് ഉണ്ട് സി ബാർ എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഫംഗ്ഷൻ ഓർമ്മയുണ്ടോ സി ബാർ പ്ലസ് സി ഇൻറ്റു വൈ എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ ഇതിൽ സി ബാർ എന്ന് പറഞ്ഞ ഓട്ടോണമസ് കൺസംഷൻ ആണ് അതാണ് ഈ 10 ഈ സി ആണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം അതാണ് 0.5 അല്ലേ വൈ ഇൻകം അത്രയേ ഉള്ളൂ ടി തന്നിട്ടുണ്ട് 30 ടി ആർ തന്നിട്ടുണ്ട് 10
I തന്നിട്ടുണ്ട് 50, G തന്നിട്ടുണ്ട് 50. ഇത്രയും സംഭവം തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞത് aggregate demand function എഴുതാനാ. അപ്പോൾ നമുക്കറിയാം aggregate demand is equal to A bar plus C into Y ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇല്ലടോ, ഇതാണ് aggregate demand function formula. A bar plus C into Y. ഇനി മിസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? AD, അതായത് AD is equal to A bar plus C into Y. ഇല്ലടോ, അതിൽ മക്കളെ നോക്ക്, അതിൽ A bar എന്ന് പറയുന്നത് ഇതെല്ലാം കൂടിയതാണ് A bar. നോക്ക്, ദാ ഈ A bar എന്ന് പറയുന്നതേ ഇത്രയും കൂടിയതാണ് A bar. ദാ കണ്ട, C ബാറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദാ C ബാറിന്റെ വാല്യൂ 10. നോക്ക്, 10 മൈനസ് 0.5y 0.5. ദാ ഇതാണ് MPC. കണ്ട, ഇനി ടി ഇതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 30. ഇതാ കിടക്കുന്നത്. ഇനി TR ബാറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 10. CTR ബാർ ആണേ, അതായത് CTR ബാർ 0.5 into 10 പ്ലസ് I ബാർ 10, G ബാർ 10, പിന്നെ ബാക്കിയുള്ള 0.5y. ഇതാ നമ്മുടെ ഇക്വേഷൻ 10 പ്ലസ് ഇങ്ങനെ ആയിരുന്നില്ലേ, 10 പ്ലസ് 0.5y ആയിരുന്നു. കണ്ടോ, അവസാനം ഇത്രയും സാധനം കൂട്ടിക്കിഴിച്ച് നമുക്ക് എന്ത് കിട്ടി? 100 പ്ലസ് 0.5y എന്ന് കിട്ടി. ക്ലിയർ? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് മക്കളെ, ഇത് അധികമൊന്നുമില്ല. A ബാർ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇക്വേഷൻ അങ്ങോട്ട് പഠിച്ചു വെക്കണം, അതാണ് വലിയൊരു ചൊറ. അതായത് A ബാർ എന്ന് പറഞ്ഞാൽ C ബാർ പ്ലസ് CT പ്ലസ് CTR ബാർ പ്ലസ് I ബാർ പ്ലസ് G ബാർ പ്ലസ് C ഇൻറ്റു Y എന്നുള്ളത് നമ്മുടെ ഇതാണ്, ഈ സാധനമാണ്. അതവിടെ എഴുതിയിട്ടുണ്ട് ലാസ്റ്റ്. C ബാറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിയുടെ വാല്യൂ ഇത് MPC ആണ് കേട്ടോ, ഇത് രണ്ടും MPC ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവസാനം കിട്ടിയതാണ് A ബാർ പ്ലസ് AD is equal to 100 പ്ലസ് 0.5y. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈക്വിലിബ്രിയം ഇൻകം. ഈക്വിലിബ്രിയം ഇൻകം കാണാനുള്ള ഫോർമുല എന്താ? A ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് C. ഈ ഫോർമുല പഠിച്ചാൽ മാർക്ക് ഉണ്ടാവും കേട്ടോ. A ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് C. നമുക്ക് A ബാറിൻ്റെ വാല്യൂ കിട്ടി. എവിടെ കിട്ടി? എവിടെയാ A ബാറിൻ്റെ വാല്യൂ കിട്ടിയേ? ഇതല്ലേ A ബാർ പ്ലസ് C ഇൻറ്റു വൈൻ്റെ സംഭവമല്ലേ ഇത്? ഇതല്ലേ ഇത്? അപ്പോൾ A ബാറിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 100. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. A ബാറിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 100 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.5. കണ്ടോ, 100 ഡിവൈഡഡ് ബൈ 0.5 എന്ന് പറയുന്നത് എത്രയാവും? 100 ഡിവൈഡഡ് ബൈ 0.5 ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 200. കണ്ടോ, അപ്പോൾ നമ്മുടെ ഈക്വിലിബ്രിയം ഇൻകം എത്രയായി? 200. അപ്പോൾ ഈ ഇക്വേഷൻ അങ്ങോട്ടേക്ക് പഠിച്ചു വെക്കണം, തറോ ആക്കണം കേട്ടോ. എന്നിട്ട് ഈ A ബാർ എന്താണെന്നുള്ളത് മാത്രം അങ്ങോട്ട് പഠിച്ചു വയ്ക്കുക. അതാണ് നിങ്ങൾ ഇവിടെ ഈ പ്രോബ്ലം ഉണ്ടോ എന്ന് വെച്ച സംഭവം ഇതാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ, ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്താന്ന്. അപ്പം എന്ത് ചെയ്യുക? ഇതിങ്ങോട്ട് എഴുതിയാൽ മതി. ഓ മൈ ഗോഡ്, ഞാനിവിടെ പ്രോബ്ലം ചെയ്യുന്ന തിരക്കിലായിപ്പോയി. മുഹമ്മദ് അലി മാത്രം കറക്റ്റ് ആൻസറൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. ഓക്കെ, പ്ലേസ് എവിടെയാ, അതെവിടെയാ, നാടെവിടെ, വീടെവിടെ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെയാണ്, വിശേഷങ്ങൾ ചോദിക്കാനാണ് നേരം. എടോ കഴിയാനായി ചാപ്റ്റർ, തീർക്കണ്ടേ? നോക്ക്, ഇനി അടുത്തതേ കൺഫ്യൂഷൻ ആക്കുന്നില്ല. എവിടെ പോയി? മൾട്ടിപ്ലയർ. ഇനി അടുത്ത് നമ്മൾ മൾട്ടിപ്ലയറിലേക്ക് കയറുകയാണ് കേട്ടോ. ഇതിനകത്ത് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആദ്യം മക്കളെ, എന്താണ് മൾട്ടിപ്ലയർ? നിങ്ങൾ ഇക്കണോമിക്സിൽ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ അറിയാം, മൾട്ടിപ്ലൈ പറഞ്ഞാൽ അറിയില്ലേ, ഇരട്ടിയാണ് കേട്ടോ. എന്താണ് ഇരട്ടി എന്നാണ് സംഭവം. ഇനീഷ്യൽ ചേഞ്ച് ഇൻ സ്പെൻഡിങ്, അതായത് ഗവൺമെൻറ് ഈ ഒരു ചിലവാക്കുക. നമ്മളിപ്പോൾ റോഡ് വെട്ടുന്നു, പാലം ഉണ്ടാക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ് സ്പെൻഡിങ് ചെയ്യും, ഏതെങ്കിലും രീതിയിലൊക്കെ സ്പെൻഡിങ് നടത്തും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഓവറോൾ ചേഞ്ച് ഇൻ നാഷണൽ ഇൻകം ഓർ ഔട്ട്പുട്ട്, അതായത് നമ്മുടെ നാഷണൽ ഇൻകവും നമ്മുടെ ഓവറോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? വർദ്ധിക്കും. അപ്പോൾ ഗവൺമെൻറ് ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു 100 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇക്കോണമിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ എത്ര ഇരട്ടിയായിട്ടാണ് നാഷണൽ ഇൻകം കൂടുന്നത്? അതാണ് മൾട്ടിപ്ലയർ. മനസ്സിലായോ? അപ്പോൾ അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നത്. ശരിക്കും ഇത് കൊണ്ടുവന്നത് RF ഖാൻ എന്ന് പറയുന്ന ഒരാളാണ്, RF ഖാൻ. അതുകൊണ്ട് മൾട്ടിപ്ലയറിനെ നമ്മൾ ഷോർട്ടായിട്ട് K എന്ന് വിളിക്കും കേട്ടോ. K എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മൾട്ടിപ്ലയർ. ഓക്കെ, വേറെ ആരൊക്കെയാണ്? നൗ
മൾട്ടിപ്ലയറിൻ്റെ ഇതൊന്നും പഠിക്കണ്ട. മൾട്ടിപ്ലയർ എന്താണെന്ന് മിസ് പറഞ്ഞേ ഉള്ളൂ. ഇനി മാത്തമാറ്റിക്കലി മൾട്ടിപ്ലയറിനെ നമ്മൾ ഇങ്ങനെയാ പറയുക, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. എന്താ ഡെൽറ്റ ഐ എന്നറിയോ? ഇൻവെസ്റ്റ്മെന്റ്. ഡെൽറ്റ എന്താണെന്ന് അറിയാം, ചേഞ്ച് അല്ലേ? ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ലീഡ്സ് ടു ചേഞ്ച് ഇൻ ഇൻകം ആണ്. വൈ എന്ന് പറഞ്ഞാൽ ഇൻകം അല്ലേ? അത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. അത് വെച്ച് പ്രോബ്ലം ഒന്നുമില്ല. പ്രോബ്ലം വരുന്നത് ഇവിടെയാ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ വരെ ക്ലാസ് ഉണ്ട്, ക്ലാസ് കഴിയാനായി, മേടിക്കല്ലേ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി. മക്കളെ ഈ സി എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. നിങ്ങൾ 4th ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ? നമ്മൾ ജെം എന്ന് എഴുതും, ജെം ഷോർട്ട് ഫോം. ഓക്കെ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി ആണ്. അപ്പൊ സി എന്താന്നാ മിസ് പറഞ്ഞത്? സി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അതാണ് നമ്മുടെ സി എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ഇൻ എൻ ഇക്കോണമി MPC is equal to 0.75. MPC എന്താണ്? 0. ഞാൻ എൻ്റെ കാൽക്കുലേറ്റർ എടുത്ത് നോക്കട്ടെ, എനിക്ക് കാൽക്കുലേറ്റർ ഒക്കെ ആവശ്യമുണ്ട്. എവിടെ നമ്മൾ പക്ഷേ പരീക്ഷാ ഹാളിൽ കാൽക്കുലേറ്റർ ഒക്കെ ഇല്ലാതെ പോവും അല്ലേ? നമുക്ക് ഓക്കെ. അതായത് MPCയുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.75. എന്നിട്ട് ചോദിക്കുകയാണ്, ഇഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ബൈ 100 വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഇൻകം? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതായത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ 100 കൂട്ടി, അങ്ങനെയാണെങ്കിൽ വൈയിൽ എന്ത് മാറ്റം വന്നു എന്നാ. നിങ്ങൾ ആദ്യം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ കാണുക. എന്താ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ കാണാനുള്ള ഫോർമുല? 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി, 1 ഡിവൈഡ് ബൈ 0.75. ഇതല്ലേ 0.75 അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 ഡിവൈഡ് ബൈ 0.25. ഓക്കെ, അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 0.25 ഗീവ്സ് യു ഹൗ മച്ച്? 4. നമുക്ക് കിട്ടി മൾട്ടിപ്ലയർ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എത്രയാന്ന് കിട്ടി? 4 ആണ് കിട്ടി. 4 എന്ന് കിട്ടി. ഇവിടെ ചോദിച്ചതെന്നറിയോ? ഈ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ബൈ 100, അതായത് ഗവൺമെന്റ് ഇപ്പോൾ 100 കോടി രൂപയാണ് നമ്മുടെ ഇക്കോണമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 4 ഇരട്ടിയാണ് നാഷണൽ ഇൻകത്തിൽ വർധനവ്. 4 ഇരട്ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഡെൽറ്റ ഐ ഇൻറ്റു മൾട്ടിപ്ലയർ കെ ആണ്. അതായത് 100 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 400. കണ്ടോ? എടോ സംഭവം സത്യമാണ്. 100 രൂപ അല്ലെങ്കിൽ 100 കോടി ആണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ നടത്തിയത്. പക്ഷെ നമുക്ക് മൾട്ടിപ്ലയറിന്റെ വാല്യൂ 4 ഇരട്ടി, അതിന്റെ 4 ഇരട്ടി കൂടി എന്നാ പറയുന്നത്. അപ്പൊ 400 അല്ലേ? 400. യദുസാറോ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പറയണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കേ 2 മാർക്കിന് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ചോദിക്കട്ടോ. എന്താണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചോ, 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി. ഇതാ ഇങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ. 1 ഡിവൈഡ് ബൈ 1, അയ്യോ അവിടെ പോയി, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് സി. ഇതാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. എന്നിട്ട് അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഗവൺമെന്റ് ഇൻക്രീസ്ഡ് ബൈ 100. അപ്പൊ നിങ്ങൾ ആ മൾട്ടിപ്ലയറിന്റെ കൂടെ ഇവിടെ എന്ത് വാല്യൂ ആണോ അത് അങ്ങോട്ട് ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സംഭവം ക്ലിയർ ആയി. നമുക്ക് ഉത്തരം മാത്രമേ വേണ്ടൂ കേട്ടോ. അപ്പൊ അതാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. മക്കളെ അടുത്തതാണ് ടാക്സ് മൾട്ടിപ്ലയർ. അപ്പൊ ഇനി അടുത്തത് നോക്കിയേ, ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ മൈനസ് സി ഡിവൈഡ് ബൈ 1 മൈനസ് സി. ഇതാണ് ടാക്സ് മൾട്ടിപ്ലയർ. നമ്മുടെ TM ടാക്സ് മൾട്ടിപ്ലയർ ഷോർട്ടാക്കുക. ഓക്കെ, ടാക്സ് മൾട്ടിപ്ലയർ മൈനസ് സി ഡിവൈഡ് ബൈ 1 മൈനസ് സി. അപ്പൊ ചോദിക്കുക, അപ്പൊ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഇറ്റ്സ് എ നെഗറ്റീവ് മൾട്ടിപ്ലയർ ആണ്. കാരണം എന്താണ്? നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ഇതിൽ മൈനസ് ഉണ്ട്. അപ്പൊ ഉത്തരത്തിൽ എന്തുണ്ടാവും? മൈനസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നെഗറ്റീവ് മൾട്ടിപ്ലയർ. മക്കളെ, അത് നെഗറ്റീവ് മൾട്ടിപ്ലയർ എന്ന് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ ഗവൺമെന്റ് ഒരു ടാക്സ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ കൺസംഷനൊക്കെ എഫക്ട് ചെയ്യും. ബാഡ്ലി എഫക്റ്റ് ആണ് അല്ലേ? ഇപ്പൊ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഇന്ന് ചിരിക്കുകയോ? ഇല്ല. നമ്മൾ പൈസ കൊടുക്കണ്ടേ ഗവൺമെന്റിന്? ടാക്സ് കൊടുക്കണ്ടേ? അപ്പൊ അത് നമ്മുടെ എന്ത് ചെയ്യും? ബാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു നെഗറ്റീവ് മൾട്ടിപ്ലയറും കൂടിയാണ്. അപ്പൊ ടാക്സ് മൾട്ടിപ്ലയറിന്റെ ഫോർമുല മൈനസ് സി ഡിവൈഡ് ബൈ 1 മൈനസ് സി ആണ് കേട്ടോ. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇപ്പോൾ MPC is equal to 0.5. എന്നിട്ട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ടാക്സ് മൾട്ടിപ്ലയർ എന്നൊരു ക്വസ്റ്റ്യൻ മൾട്ടിപ്ലയർ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു.
Find. Okay, find tax multiplier. Question mark. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? ടാക്സ് മൾട്ടിപ്ലയറിന്റെ ഫോർമുല എഴുതുക. മൈനസ് സി ഡിവൈഡ് ബൈ 1 മൈനസ് സി. എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. മൈനസ് 0.5 ഡിവൈഡ് ബൈ 1 മൈനസ് 0.5. സോ ദ ആൻസർ ഈസ് മൈനസ് 0.5 ഡിവൈഡ് ബൈ 0.5 ഇസ് ഈക്വൽ ടു മൈനസ് എത്രയാണ്? 0.5 divided by 0.5 divided by 0.5 gives you how much? 1 അല്ലേ? -1. കണ്ടോ ഉത്തരം -1. എന്ത് വരാട്ടോ, നമ്മുടെ MPCയുടെ വാല്യൂ 0.5 ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -2 അയ്യോ, ഐ ഗോട്ട് -1. ഓക്കെ, പ്രിയശക്തി ഞാൻ കണ്ടേ. ഇനി അടുത്തതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ, BBM. ബിസിനസ് മാനേജ്മെന്റ് ഒന്നും അല്ല കേട്ടോ. ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. എന്താണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ സമ്മേഷൻ. രണ്ടും കൂടെ കൂടി. ആരാ രണ്ടും കൂടേണ്ടത്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ പ്ലസ് ടാക്സ് മൾട്ടിപ്ലയർ. ഇത് രണ്ടും കൂടെ കൂടുന്നതിനെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ കിട്ടും. മക്കളെ നമുക്കറിയാം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിന്റെ ഫോർമുല 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി പ്ലസ് ടാക്സ് മൾട്ടിപ്ലയറിന്റെ ഫോർമുല മൈനസ് സി ഡിവൈഡ് ബൈ 1 മൈനസ് സി. സോ 1 മൈനസ് സി ഡിവൈഡ് ബൈ 1 മൈനസ് സി ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? ഇറ്റ് വിൽ ബിക്കം 1. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയറിന്റെ വാല്യൂ ഈസ് ഓൾവേസ് ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? 1 ആയിരിക്കും. ഓക്കെ, ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയറിന്റെ വാല്യൂ എന്തായിരിക്കും? ഓൾവേസ് 1. ഇത് 1 വേർഡ് പരീക്ഷയ്ക്ക് ചോദിക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയേ, ക്വസ്റ്റ്യൻ 2 കാണാം 3 കാണാം. ഓക്കെ, MPC is equal to 0. എത്രയാണ്? 75. ഓക്കെ, MPCയുടെ വാല്യൂ 0.75 ആണ്. ആരെങ്കിലും എൻ്റെ കൂടെ പ്രോബ്ലം ചെയ്യാനുണ്ടോ? ആരേലും ഉണ്ടോ? എവിടെ പോയി എൻ്റെ മുഹമ്മദ് അലി? യെസ്, മ്യാവ്. വരട്ടെ. പ്രാക്ടിക്കലൊക്കെ കഴിഞ്ഞില്ലടോ. ഇനി ഇത് പ്രാക്ടിക്കല് എല്ലാവർക്കും കഴിഞ്ഞു പ്രാക്ടിക്കല്. ഓക്കെ, ഇനി ആദ്യം നമ്മോട് പറയാണ് ഫൈൻഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഫോർമുല എഴുതിക്കോ. 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് 0.75. 1 ഡിവൈഡഡ് ബൈ 0.25 ഇസ് ഈക്വൽ ടു 4. യെസ്, കറക്റ്റ് അല്ലേ? എല്ലടോ, ഞാനുണ്ട് മിസ്. ഓ പ്രിയശക്തി, ഉണ്ട്. ഓക്കെ, ഇത് മനസ്സിലായോ? 0.7 1 ഡിവൈഡ് ബൈ 0.25 ഇസ് ഈക്വൽ ടു 4. അത് തന്നെ. ഇനി അടുത്ത് നമുക്ക് നോക്കാം ടാക്സ് മൾട്ടിപ്ലയർ. TM കാണാനുള്ള ഫോർമുല എന്താ? മൈനസ് സി ഡിവൈഡ് ബൈ 1 മൈനസ് സി ആണല്ലോ. എടോ, ഇത് വളരെ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് 0.75 ഡിവൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നേ ഉള്ളൂ ഇതിനകത്ത്. വേറെ ഒരു കുന്തവും ഞാൻ അവിടെ ചെയ്യുന്നില്ല. 75 is equal to 0.75 divided by 0. മൈനസ് അയ്യോ മൈനസ് ഇടണം കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഉത്തരം 3 ആയിരിക്കും. -3 ആയിരിക്കും. ഒക്കെ മൈനസ് ഒക്കെ മാഞ്ഞു പോവാണ്. 0.75 ഡിവൈഡഡ് ബൈ 0.25 gives you how much? -3. അത് തന്നെ. അയ്യോ, -3. അങ്ങനെയാണെങ്കിൽ മക്കളെ ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ പ്ലസ് ടാക്സ് മൾട്ടിപ്ലയർ അല്ലേ? ടാക്സ് മൾട്ടിപ്ലയർ. എന്താ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ 4 പ്ലസ് ടാക്സ് മൾട്ടിപ്ലയർ -3. ആൻസർ ഈസ് 1. അപ്പോൾ എന്താ വാല്യൂ ഓഫ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ ഈസ് ഓൾവേസ് ഈസ് ഈക്വൽ ടു 1 ആണ്. പരീക്ഷയ്ക്ക് ഉണ്ടാവുകയെ. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രോബ്ലംസ് ഇവിടെ വെച്ച് തീർക്കുകയാണ് കേട്ടോ. ഇത് ഈ ഒരു സംഭവം നല്ലോണം പഠിക്കണം. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ ആൻഡ് ടാക്സ് മൾട്ടിപ്ലയർ. ഓക്കെ, നൗ കംസ് ട്രാൻസ്ഫർ പേയ്മെന്റ് മൾട്ടിപ്ലയർ. അതെന്താന്ന് മാത്രമേ പറയുന്നുള്ളൂ. സി ഡിവൈഡ് ബൈ 1 മൈനസ് സി. നമ്മുടെ ടാക്സ് ആണെങ്കിൽ -c ഉണ്ടായി, അല്ലെങ്കിൽ ഇതില്ല കേട്ടോ. അതത്ര ആലോചിച്ചാൽ മതി. ഇനി അടുത്ത പ്രൊപ്പോർഷണൽ ടാക്സ്. അതൊന്നുമില്ലേ. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കയറുകയാണ്.
റിലേഷൻ ബിറ്റ്വീൻ ഗവൺമെന്റ് ഡെഫിസിറ്റ് ആൻഡ് ഗവൺമെന്റ് ഡെറ്റ്. അത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ്. അതായത് ഗവൺമെന്റ് ഡെഫിസിറ്റും ഗവൺമെന്റ് ഡെപ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. ഗവൺമെന്റിന് കമ്മി വരുമ്പോഴാണ് എവിടെ കയറുക? കടത്തിലേക്ക് പോവുക അല്ലേ? ഗവൺമെന്റ് ഡെഫിസിറ്റും ഗവൺമെന്റ് ഡെറ്റും തമ്മിൽ നല്ലപോലെ കണക്റ്റഡ് ആണ്. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഗവൺമെന്റിന് ഡെഫിസിറ്റ് വരിക എന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചർ ആണ് കൂടുതൽ. എക്സ്പെൻഡിച്ചർ വരുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? പോയി കടം വാങ്ങിക്കും. അതല്ലേ ചെയ്യുക. അപ്പം ഗവൺമെന്റ് കടം വാങ്ങിച്ച അവസാനം എന്ത് വരും? ഡെറ്റ്, കടക്കെണിയിൽ പെട്ടുപോകും കേട്ടോ. നോക്കിയേ, ഗവൺമെന്റ് ഡെഫിസിറ്റ് ഈസ് ദ എക്സസ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓവർ റിസീറ്റ്സ്. നമുക്കറിയാം ഗവൺമെന്റിന് ഡെഫിസിറ്റ് വരും എപ്പോഴാണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് റവന്യൂവിനേക്കാൾ എന്ത് ചെയ്യുന്നു? കൂടുന്നു കേട്ടാ. അപ്പൊ ഗവൺമെന്റ് ഡെറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ലയബിലിറ്റി. കണ്ടാ, ഇതൊരു ലയബിലിറ്റി ആണ്, ഒരു ബാധ്യതയാ. കടം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കൊടുക്കണം വിത്ത് ഇൻട്രസ്റ്റ്. അപ്പൊ അതെന്താണ്? ഒരു ബാധ്യതയാണ് ഗവൺമെന്റിന്. ഇനി the term government deficit implies increase in debt of the government. അപ്പോൾ ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റ് കടം വാങ്ങിക്കും, കടക്കണിയിൽ പെട്ടുപോകും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ഈ കടം ഇല്ലാതാക്കാൻ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? they borrow money from കേട്ടോ. അവർ കടം വാങ്ങിച്ചു കൂട്ടും. നോക്കിയേ, does public debt impose a burden or not? അതൊരു സംഭവമാണ് കേട്ടോ. അതായത് ഗവൺമെന്റ് ഇങ്ങനെ കടം വാങ്ങിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അത് ഭാവിയിലേക്ക് ഒരു ബാധ്യതയാവുമോ? ആവോ ഇല്ലയോ? ഇപ്പൊ നിങ്ങളുടെ പാരൻസ് ഇങ്ങനെ കടം വാങ്ങിച്ചു കൂട്ടുക, എല്ലാവരെയും ഇങ്ങനെ കടം വാങ്ങിച്ചു കൂട്ടുക, അങ്ങനെയാണെങ്കിൽ അതൊരു ബാധ്യതയാവില്ലേ? കാരണം വരും കാലങ്ങളിൽ അത് തിരിച്ചു കൊടുക്കണ്ടേ? അത് ആർക്ക് ബാധ്യതയോ? നിങ്ങൾക്ക് ബാധ്യതയോ? മക്കൾക്ക് ബാധ്യതയോ? അപ്പൊ എന്ത് ചെയ്യുക? ഇതൊരു ബാധ്യതയാ. കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. ചിലപ്പം പലിശ അടക്കം തിരിച്ചു കൊടുക്കണം. അപ്പൊ എന്താവും? ഇതൊരു ബാധ്യതയാണ് അല്ലേ? ഇത് ബാധ്യതയാണ്. ഇത് ഇങ്ങനെ കടം വാങ്ങിച്ചു കൂട്ടിയുള്ള പ്രശ്നം എന്താണെന്നറിയോ? അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും ഒക്കെ ബാധിക്കും. പിന്നെ മാത്രമല്ല, ഇത് ആരിലേക്ക് ഈ ബാധ്യത ആരിലാണ് ചെന്നുപെടുക? യങ് ജനറേഷനിലേക്കാണ്. ഇപ്പൊ വാങ്ങിച്ചവര് ചിലപ്പോൾ മരിച്ചുണ്ടാവും, പക്ഷെ ഇതിന്റെ കടം അപ്പുറത്ത് ആൾക്കാർക്ക് വെച്ചു കൊടുത്തിട്ടായിരിക്കും പോയിണ്ടാവുക. അതുകൊണ്ട് യങ് ജനറേഷൻ ഇതെന്താണ്? ഇത് ഇപ്പോഴത്തെ ഗവൺമെന്റ് കടം വാങ്ങിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഭാവിയിൽ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഈ അവരുടേതാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുക ഗവൺമെന്റ്. അപ്പൊ അവർക്കൊരു ബാധ്യതയാണ് കേട്ടോ. അതേപോലെ ലോവർ ദ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇങ്ങനെ കടം വന്നുകൊണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടക്കില്ല. അതേപോലെ നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ വെൽത്ത്, നമ്മുടെ രാജ്യത്തിന്റെ സമ്പാദ്യം ഒഴുകും. ഇപ്പൊ പുറം IMF എന്ന വേൾഡ് ബാങ്ക് എന്നൊക്കെയാണ് കടം വാങ്ങിച്ചെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ നമ്മുടെ രാജ്യത്തുള്ള സമ്പത്തൊക്കെ അവരിലേക്ക് പോകും. അതുകൊണ്ട് ശരിക്കും പറയുന്നത് ഇതൊരു ബേർഡൻ ആണെന്ന് പറയുന്നവരുണ്ട്, ചിലർ പറയുന്നുണ്ട് ബേർഡൻ അല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ബേർഡൻ ആണ് എന്ന് വാദിക്കുന്നവർ ഇങ്ങനെയാ പറയുന്നത്. കാരണം ഇതൊരു ഫ്യൂച്ചർ ജനറേഷനിലേക്ക് അവരിലേക്ക് പോകും, നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും. അതേപോലെ നമ്മുടെ രാജ്യത്തിന്റെ വെൽത്ത് വേറൊരു രാജ്യത്തിലേക്ക് ഒഴുകിയൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ. അങ്ങനെയുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് നമുക്കിവിടെ ഒരാൾ വരുന്നത്. ആര്? റിക്കാർഡിയൻ ഈക്വലൻസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റ് ആണ്. ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഡസ് നോട്ട് മാറ്റർ whether a government finances is spending by borrowing. അതായത് ഗവൺമെന്റ് കടം വാങ്ങിച്ചു വെച്ചിട്ട് നോ പ്രോബ്ലം എന്ന് കേട്ടാ. ഇത് നമ്മുടെ ഗവൺമെന്റ് കേൾക്കണ്ട. റിക്കാർഡിയൻ ഈക്വലൻസ് ഈസ് എൻ ഇക്കണോമിക് തിയറി ആണ് ദാറ്റ് സജസ്റ്റ് ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വെദർ എ ഗവൺമെന്റ് ഫിനാൻസ് ഇസ് സ്പെൻഡിങ് ത്രൂ ബോറോയിങ്. ഇപ്പൊ കടം വാങ്ങിച്ചു എന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ടാന്ന്. ലോൺ എടുത്താലോ, ഇപ്പോഴത്തെ ഗവൺമെന്റ് ലോൺ എടുത്താലും ഒന്നും പ്രശ്നമാണ്, ടാക്സ് കൂട്ടിയാലും പ്രശ്നമല്ല. ഇതൊന്നും നമ്മുടെ രാജ്യത്തിന്റെ ഡിമാൻഡിന് എന്ത് ചെയ്യില്ല? എഫക്റ്റ് ചെയ്യില്ല എന്നാ. അത് ഇവർ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇപ്പോഴത്തെ ഗവൺമെന്റ് കടം വാങ്ങിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഇനി വരുന്ന ജനറേഷൻ അറിയാം എന്ത്? ഗവൺമെന്റ് കൂടുതൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഇപ്പോഴേ എന്ത് ചെയ്യും? അവരുടെ സേവിങ് കൂട്ടുന്നു. സേവിങ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ടാക്സ് വരും, അപ്പോൾ അത് അടയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ആണ് ഡേവിഡ് റിക്കാർഡോ പറഞ്ഞത്. അതായത് ഗവൺമെന്റ് കടം വാങ്ങിച്ചോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷെ അത് പബ്ലിക് ബേർഡൻ ഒന്നും ആവില്ല. കാരണം ഫ്യൂച്ചർ ജനറേഷൻ അറിയാം ഇത് തിരിച്ചു കൊടുക്കണമെന്ന് അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇപ്പോഴേ സേവിങ് എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവർ പറയുന്നത്, ഡേവിഡ് റിക്കാർഡോ പറയുന്നത് ദിസ് ഇസ് നോട്ട് എ പ്രോബ്ലം. അതായത് ഗവൺമെന്റ് കടമെടുത്തോട്ടെ, നോട്ട് എ പ്രോബ്ലം എന്നാണ് ഈ ഡേവിഡ് റിക്കാർഡോ പറയുന്നത്. പക്ഷെ ഇത് പറയില്ല കേട്ടോ. ദേ ഫോർഗോട്ട്. സോ ഫിനിഷ്. ഇനി ഡെഫിസിറ്റ് റിഡക്ഷൻ. നമുക്ക് ഈ കമ്മി കുറയ്ക്കണം വേണ്ടേ? എങ്ങനെയൊക്കെയാണ് ഡെഫിസിറ്റ് റിഡക്ട് ചെയ്യുക? അതായത് കമ്മി കുറച്ചുകൊണ്ട് വരിക. റെഡ്യൂസിങ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കേട്ടോ.
ഇൻക്രീസിങ് റവന്യൂ. ഇങ്ങനെ ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്, നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മുടെ ഗവൺമെൻറ്റിന് പഞ്ഞം വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ? എന്താ ചെയ്യുക? ടാക്സ് റേറ്റ് അങ്ങോട്ട് കൂട്ടും. ടാക്സ് റേറ്റ് കൂട്ടി അവർക്ക് എന്ത് കിട്ടും? ടാക്സ് റേറ്റ് കൂട്ടി അവർക്ക് എന്ത് കിട്ടും? റവന്യൂ ഇൻക്രീസ്. അപ്പോൾ ഈ കമ്മി ഇവിടെ നിന്ന് ഇല്ലാതാക്കാലോ. അപ്പോൾ ഇതാണ് ഇവർ തുടക്കം തന്നെ ചെയ്യുക. ഡെഫിസിറ്റ് റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ഡെഫിസിറ്റ് റെഡ്യൂസ് ചെയ്യുക എങ്ങനെയാണെന്നാ? ഡെഫിസിറ്റ് ഒരു കമ്മി എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവർ കടം വാങ്ങിക്കില്ല. ഇവർ ആദ്യം പോകുക എങ്ങോട്ടാണെന്നറിയോ? ടാക്സ് അങ്ങോട്ട് കൂട്ടും. ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റവന്യൂ എന്ത് ചെയ്യും? കൂടും. പിന്നെ അവരെന്ത് ചെയ്യും? പോയി കടം വാങ്ങിച്ചളയും കേട്ടോ. അതായത് എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടും തികഞ്ഞില്ലെങ്കിൽ പിന്നെ ഒറ്റ വഴിക്ക് പോയിട്ട് എന്ത് ചെയ്യും? IMF എന്നോ വേൾഡ് ബാങ്ക് എന്നോ എന്ത് ചെയ്യും? കടം വാങ്ങിക്കും. പിന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നറിയോ? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കും. ചിലവാക്കലൊക്കെ കുറച്ച് കുറയ്ക്കും. ഒന്നുമില്ല ചിലവാക്കാൻ, അതുകൊണ്ട് എന്ത് ചെയ്യും? ചിലവാക്കലൊക്കെ എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പോൾ ഇതാണ് ഡെഫിസിറ്റ് റിഡക്ഷൻ ഗവൺമെൻറ് ചെയ്യുന്നത്. ടാക്സ് റേറ്റ് എന്ത് ചെയ്യും? കൂട്ടും. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും? പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താ ചെയ്യുക ഗവൺമെൻറ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കും കേട്ടോ. പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കും. നോക്ക് കേട്ടോ. പിന്നെ ബോറോയിങ് എന്ത് ചെയ്യും? കടം വന്നു കഴിഞ്ഞാൽ ഡെഫിസിറ്റ് കുറയ്ക്കാൻ എന്ത് ചെയ്യും? ബോറോയിങ് എന്ത് ചെയ്യും? ബോറോയിങ് എന്ത് ചെയ്യും? കൂട്ടും. കടം വാങ്ങിച്ചങ്ങോട്ട് കൂട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗവൺമെൻറ് ചെയ്യും. Okay, so this is our chapter, government budget and the economy. Yes, within 1 hour finished. Okay then children, see you. Bye.